എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിൽ നമുക്ക് വ്യാഴത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വ്യാഴഗ്രഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വ്യാഴഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സന്തോഷം പകരുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവാറുണ്ട്. വ്യാഴം എന്ന് പറഞ്ഞാൽ ഹോൾ പ്രൊവൈഡറാണ്. അത് എല്ലാം നൽകുന്ന ഒരു ഗ്രഹമാണ്. വളരെ വലിയ ഒരു ഗ്രഹമാണ്. വ്യാഴത്തെ ഗുരുസ്ഥാനത്താണ് കാണുന്നത്. വ്യാഴം ദേവഗുരുവായിട്ടാണ് സങ്കല്പം. ദേവന്മാരുടെ ഗുരുവാണ് വ്യാഴം. അപ്പോൾ നമുക്ക് ഗുരുവിനെ ഒന്ന് വന്ദിക്കാം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മത്താചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര. ഇങ്ങനെ ഗുരുവന്ദനം വളരെ വലുതാണ്, ബൃഹത്താണ്. നമ്മൾ ചെറിയ രീതിയിൽ ഗുരുവിനെ ഒന്ന് വന്ദിച്ചു. അപ്പോൾ ദേവഗുരുവായ വ്യാഴത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പം നമുക്കൊരു സംശയം വരും, ആരാണ് ഈ അസുരഗുരു? അതാരാണ്? നമ്മുടെ ശുക്രനാണ് അസുരഗുരു. അസുരഗുരു ശുക്രാചാര്യരും ദേവഗുരു ബൃഹസ്പതിയും. ബൃഹസ്പതിയാണ് വ്യാഴം. വ്യാഴമാണ് നമ്മുടെ നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ഭാരമേറിയതും ഏറ്റവും വലുതുമായ ഗ്രഹം. വർണ്ണം സ്വർണ്ണ നിറമാണ്. അപ്പോൾ ബൃഹസ്പതിയെക്കുറിച്ച് അല്ലെങ്കിൽ വ്യാഴത്തെക്കുറിച്ച് ഒരു മന്ത്രമുണ്ട്. ഇത് നമ്മൾ വ്യാഴത്തിൻ്റെ ഗുണവും ദോഷവും ഒക്കെ അനുഭവിക്കുന്നവർക്ക് ജപിക്കാവുന്നതാണ്. ലോകാനാം ച ഋഷീനാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിപൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം. ഇത് ഇങ്ങനെ നിർത്തി പറയുന്നത് നമ്മൾ കേട്ട് പഠിക്കാനും എഴുതാനുമാണ്. ഇപ്രകാരം ബൃഹസ്പതി മന്ത്രം ദിവസവും 108 പ്രാവശ്യം ജപിക്കുന്നവർക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യം വളരെ കൂടുതലായി ഉണ്ടാകും. ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വ്യാഴത്തെക്കുറിച്ച് പറയുന്നതെന്നാൽ, നമുക്ക് ഈ മെയ് മാസം 15-ാം തീയതി, അതായത് 14-ാം തീയതി രാത്രി ഇരുട്ടിയതിന് ശേഷം 2:30 മണിക്ക് എന്ന് പറഞ്ഞാൽ അത് 15-ാം തീയതിയാണ്. 15-ാം തീയതി വെളുപ്പിന് വ്യാഴം ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് ബുധൻ്റെ ക്ഷേത്രത്തിലേക്ക് മാറുകയാണ്. ഇത്രയും കാലം ശുക്രക്ഷേത്രത്തിൽ അദ്ദേഹം സ്വസ്ഥനായിരിക്കുകയായിരുന്നു. ഇനി അദ്ദേഹം ബുധൻ്റെ ക്ഷേത്രത്തിലേക്കാണ് മാറുന്നത്. വ്യാഴമാറ്റം ഗുണവും ദോഷവും സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങളാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഈ വ്യാഴമാറ്റത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില പ്രത്യേക കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ വിവരിക്കാനായി പോകുന്നത്. ബുധൻ എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ശത്രുവാണ്. എന്നാൽ വ്യാഴത്തിന് അപ്രകാരം ശത്രുക്കളില്ല എന്നൊരു മറിച്ചൊരഭിപ്രായം കൂടിയുണ്ട്. കാരണം ലക്ഷം ദോഷം നികന്തിയും ഗുരു ലക്ഷം ദോഷങ്ങളാണ് ഇല്ലായ്മ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ശത്രുക്ഷേത്രത്തിലായാലും വ്യാഴത്തിന് തന്നെയാണ് ബലം. അപ്പോൾ വ്യാഴമാറ്റത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. 15-ാം തീയതി വെളുപ്പിനെ വ്യാഴം ഇടവരാശിയിൽ നിന്ന് അല്ലെങ്കിൽ ഋഷഭരാശിയിൽ നിന്ന് മിഥുന രാശിയിലേക്ക് മാറുന്നു. ഇത് പലർക്കും പ്രതീക്ഷ ഉണർത്തുന്ന ഒരു മാറ്റമാണ് ഈ വ്യാഴമാറ്റം. കാരണം വ്യാഴം ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നാൽ നമുക്ക് വളരെയധികം ദോഷം അനുഭവപ്പെടാറുണ്ട്. ഒന്നാമതായി, ലഗ്നത്തിൽ വ്യാഴം നിന്നാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. വ്യാഴം ഏറ്റവും നല്ല ഒരു ഗ്രഹമാണ്, ഫലദായകനാണ്, വിഷ്ണുവാണ്, വിഷ്ണു ഭഗവാനാണ്, വ്യാഴത്തെ പ്രതിനിധീകരിക്കുന്ന ദൈവം. എന്നിരിക്കലും ഒരു വലിയ ആന വളരെ വിലപിടിച്ച ഒരു വസ്തുവാണ്. നമ്മൾ ആനയെ കാണാൻ തന്നെ ഭയങ്കര ഒരു കൗതുകമുള്ള ജീവിയാണ്. ഒരാൾ ആനയെ വെറുതെ തന്ന ചിലവ് കൂടുതലാണെങ്കിലും നമുക്ക് സന്തോഷമാണ്. എന്നാൽ ആ ആന നമ്മുടെ മേത്ത് കയറി ഇരുന്നാൽ നമുക്ക് എത്ര ആനപ്രേമികളാണേലും അവരതിൻ്റെ അടിയിൽ കിടന്ന് ഞീരുങ്ങും. അപ്പോൾ ലഗ്നത്തിൽ വ്യാഴം വരുന്നവർ, അതായത് ചന്ദ്രലഗ്നമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഉള്ള വീഡിയോകളിൽ. നമ്മൾ ഇപ്പോൾ പറയുന്നത് കൂറുഫലങ്ങളാണ്. കൂറുഫലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ സഞ്ചരിക്കുന്ന നക്ഷത്ര മേഖല,
ആ നക്ഷത്ര മേഖലയിൽ ഏത് നക്ഷത്രത്തിലൂടെയാണോ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് അത് നമ്മുടെ നക്ഷത്രമായി വരുന്നു. ആ നക്ഷത്രം നിൽക്കുന്ന രാശി 30 ഡിഗ്രി ഏതാണോ അത് നമ്മുടെ രാശി അല്ലെങ്കിൽ കൂറായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഒരു പിന്തുടർച്ച പോലെ നമുക്ക് പല ജന്മങ്ങളുണ്ട്. ആ പല ജന്മങ്ങളിൽ കർമ്മഫലം അനുഭവിക്കാനും ആത്മശുദ്ധിക്കും വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ അവതരിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വന്നിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ജനിക്കുന്ന ആ സമയത്ത് ചന്ദ്രന് വളരെയധികം പ്രാധാന്യമുണ്ട്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയെ അല്ലെങ്കിൽ ഇവിടുത്തെ ജീവജാലങ്ങളെ, ചരാചരങ്ങളെ മൊത്തത്തിൽ ചന്ദ്രൻ വളരെ നന്നായി സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ്റെ സ്വാധീനം എങ്ങനെയൊക്കെയാണ് വരുന്നത്? പ്രധാനമായും ചന്ദ്രൻ സ്വാധീനിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്. മനഃകാരകനാണ് ചന്ദ്രൻ. അതേപോലെ നമ്മുടെ മാതാവിൻ്റെതായ കാര്യങ്ങൾ, മാതാവിന് ആരോഗ്യം അല്ലെങ്കിൽ മാതൃബലം, ഇതൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ ചന്ദ്രനെ വെച്ചാണ്. അതേപോലെ നമ്മുടെ ഹോർമോണുകൾ, ഇമോഷൻസ്, വികാരങ്ങൾ, സ്ത്രീകളുടെ ആർത്തവ ചക്രം, ചില രോഗികളെ നമ്മൾ ചാന്ദ്രമൗനം ഉള്ളവരെന്നും ഇംഗ്ലീഷിൽ ലുണാറ്റിക് എന്നും പറയും. എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ സ്വാധീനം, ചന്ദ്രൻ്റെ ബലക്ഷയം കൊണ്ടവർക്ക് മാനസികമായി വിഭ്രാന്തി ഉണ്ടാകുന്നു. അതാണ് ചാന്ദ്രമൗനം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചന്ദ്രൻ നമ്മുടെ അസുഖങ്ങളെല്ലാം സ്വാധീനിക്കുന്നു. നമുക്ക് വാവ്, കറുത്ത വാവ്, വെളുത്ത വാവൊക്കെ വരുമ്പോൾ കാസരോഗികൾക്ക് അല്ലെങ്കിൽ ശ്വാസമുട്ടലുള്ളവർക്ക് എല്ലാം അത് അധികരിക്കുന്നതായിട്ട് കാണാം. ഇതെല്ലാം ചന്ദ്രൻ്റെ സ്വാധീനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ചന്ദ്രൻ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ആളാണ്. ആ ചന്ദ്രൻ സഞ്ചരിക്കുന്ന ആ ഏരിയ, ആ നക്ഷത്ര മേഖലയാണ് നമ്മുടെ കൂറ്. അപ്പം നമ്മുടെ കൂറിൽ വരുന്ന ചന്ദ്രൻ, അതായത് നമ്മൾ ഓരോരുത്തരും ജനിക്കുന്ന സമയത്ത് നമ്മൾ പൂർവജന്മ അടിസ്ഥാനമായി അന്ന് നമ്മൾ ഏത് ദിശയിൽ എത്ര കാലത്തിന് ശേഷം മരിച്ചുവോ അതിന് ശേഷമുള്ള ആ ദശാകാലഘട്ടം ശിഷ്ടദശാകാലമായി ഗണിക്കുന്ന ദൈവജ്ഞനാണ് ജ്യോത്സ്യൻ. ആ ശിഷ്ടകാല ദശ അനുസരിച്ചാണ് ദശാകാലങ്ങൾ വരുന്നത്. ആ ദശാകാലങ്ങളും ഗോചരഫലങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ഗോചരഫലം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലൂടെ പാപഗ്രഹങ്ങൾ, തമോഗ്രഹങ്ങൾ അല്ലെങ്കിൽ നല്ല ശുഭഗ്രഹങ്ങളൊക്കെ കടന്നു പോകുന്ന ആ പ്രക്രിയയാണ് ഗോചരഫലം. അപ്പോൾ നമ്മൾ ജനിക്കുന്നതോടുകൂടി സൗരയൂഥം സ്തംഭിക്കുന്നില്ല. നമ്മൾ ജനിച്ചാലും സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഭ്രമണപഥത്തിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ രാശിയിൽ വന്ന് നമ്മുടെ യഥാർത്ഥ ഭവനം എന്ന് പറയുന്നത്, നമ്മൾ ജനിച്ച ഭവനം എന്ന് പറയുന്നത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ്. ആ രാശിക്ക് എതിരെയും അനുകൂലമായും നിഴല് വീശിയും അനുഗ്രഹമായും ഒക്കെ ഈ ഗോചര ഫലത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ വ്യാഴം, ബുധൻ, അതേപോലെ ശനി, രാഹു, കേതു, ചൊവ്വ, ഇവരൊക്കെയാണ് ഈ ഗ്രഹങ്ങളിൽ നമ്മളുടെ പ്രധാനപ്പെട്ട ആളുകൾ. ഇവരൊക്കെ തമോ ഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളും മിക്സ് ചെയ്ത ആൾക്കാരാണ്. ഇവരിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അപ്പം അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ ലഗ്നത്തിൽ വ്യാഴം വന്നാൽ നമുക്ക് ഒരുപാട് ദുരിതങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വ്യാഴമാറ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വർഷം വ്യാഴം അതിചാരത്തിലാണ്. എന്താണ് അതിചാരം? അതിചാരം എന്ന് പറഞ്ഞാൽ വ്യാഴം സഞ്ചരിക്കുന്നത് പണ്ടേ ഉള്ള ഒരു കണക്ക്, വ്യാഴവട്ടം എന്ന് പറയുന്ന ഒരു കണക്കുണ്ട്. വ്യാഴം ഒരു പ്രാവശ്യം ഇപ്രകാരം കറങ്ങി രാശികളെല്ലാം 12 രാശികൾ കറങ്ങി വരുന്ന ഒരു കാലഘട്ടമാണ് 12 വർഷം. അപ്പോൾ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് കാലാകാലങ്ങളായി വ്യാഴം മാറിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കലിയുഗത്തിൻ്റെ അന്ത്യമാണ്. ഇവിടെ അനർത്ഥങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും മാത്രമാണ്. പൂന്താനം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കലിയുഗത്തിൽ ജനിക്കുന്നവർക്ക് ഇനി പുനർജന്മം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. ദുരിതങ്ങളെല്ലാം എന്താണ്? കർമ്മഫലമാണ്. കർമ്മഫലം നമ്മൾ അനുഭവിച്ച് ആത്മശുദ്ധി വരുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ആത്മശുദ്ധി വരുത്തുന്നതിനിടയിൽ നമുക്കുണ്ടാകുന്ന നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളനുസരിച്ച് ദശാകാലങ്ങളും അപഹാരങ്ങളും അതേപോലെ തന്നെ ഗോചരഫലങ്ങളും നമ്മളെ
ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് സഹായിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഈ വരുന്ന കഷ്ടകാലമെല്ലാം തന്നെ നമ്മുടെ ആത്മശുദ്ധിയാണ്. അതുകൊണ്ട് നമുക്ക് ഗോചരഫലം വേറെ, ദശാകാലങ്ങൾ വേറെ. ഇനി നമ്മളിപ്പോൾ പറയുന്ന സാമാന്യ ഫലമാണ്, അതായത് ഗോചരഫലം. ഗോചരഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഗ്രഹനില സൗരയൂഥത്തിൽ എങ്ങനെയാണോ ഓടിക്കൊണ്ടിരിക്കുന്നത്, അത് എതിലെ കൂടിയാണോ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അത് നമ്മുടെ രാശിയെ, നമ്മൾ ഓരോരുത്തരും ജനിക്കുന്ന രാശി എന്ന് പറഞ്ഞാൽ മേടം മുതൽ മീനം വരെയുള്ള രാശിയാണ്. മലയാള മാസങ്ങളുടെ പേരിട്ട് 12 രാശികളാണ് നമുക്കുള്ളത്. അതായത് നമ്മൾ ഈ സോളാർ സിസ്റ്റത്തെ അല്ല സൗരയൂഥത്തെ നമ്മൾ 12 കഷ്ണങ്ങളായി ഇങ്ങനെ വിഭജിച്ചിരിക്കുകയാണ്. അതിൽ 12 ഗുണം 30 എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് 12 സെഗ്മെൻറ്റ്സ്, കൂറുകൾ, കഷ്ണങ്ങൾ ഉണ്ട്. ആ ഏതെങ്കിലും ഒരു കഷ്ണത്തിലായിരിക്കും നമ്മൾ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ മേടമാണ്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഇങ്ങനെയാണ് 12 രാശികളെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു രാശിയിലല്ലാതെ നമുക്ക് ജനിക്കാൻ പറ്റില്ല. നമ്മൾ ആരും സൗരയൂഥത്തിൻ്റെ പുറത്ത് ജനിച്ചവരല്ല, നമ്മളെല്ലാവരും സൗരയൂഥത്തിൽ ഉള്ളവരാണ്. ഇനി നിരീശ്വരവാദികളായ ആളുകൾ തർക്കിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവരും സൗരയൂഥത്തിൽ തന്നെ ഉള്ളവരാണ്. മതമോ ജാതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തതകളോ ഈ കാര്യത്തിലില്ല. ലോകമെമ്പാടുമുള്ള ജനതയെ ഈ സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങളും അതിൻ്റെ ബഹിർസ്ഫുരണങ്ങളും അതിൻ്റെ പരിണാമങ്ങളും എല്ലാം തന്നെ ബാധിക്കുന്നുണ്ട്. അതാണ് ആർഷഭാരത സംസ്കാരത്തിൽ ഋഷിമാരായ മഹാപണ്ഡിതന്മാരായ നഗ്നനേത്രങ്ങൾ കൊണ്ട് സൗരയൂഥത്തെയും ഗ്രഹങ്ങളെയും അവയുടെ വേഗതയെയും ചലനങ്ങളെയും നിറത്തെയും ഒക്കെ കണ്ട് മനസ്സിലാക്കി നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ആർഷഭാരത സംസ്കാരത്തിലെ വേദാചാര്യന്മാർ, നമ്മുടെ വേദത്തിൻ്റെ അക്ഷിയായ ജ്യോതിഷമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വേദത്തിൻ്റെ കണ്ണുകളാണ്, വേദം മുഴുവൻ ഗ്രഹിച്ചവനാണ് ജ്യോതിഷിയാകാനായിട്ടുള്ള കഴിവുള്ളത്. മുറിവ് വിദ്യ പഠിച്ചാൽ നമുക്ക് ജ്യോതിഷിയാകാൻ പറ്റില്ല. നമുക്ക് ജ്ഞാനം വേണം, അവഗാഹം വേണം, ചിന്താശക്തി വേണം. ആരെങ്കിലും പറയുന്ന ഒന്നിനെ അന്ധമായി കണ്ണടച്ച് വിശ്വസിക്കാതെ നമ്മുടെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് അതിനെ അനലൈസ് ചെയ്ത് നോക്കണം. അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണെന്നും നമ്മൾ പ്രപഞ്ചത്തിലെ ഒരു വളരെ സൂക്ഷ്മമായ ഒരു കണികയാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി വ്യാഴം 1-ാം ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. മേടക്കൂറിൽ നിന്ന് മിഥുനക്കൂറിലേക്കുള്ള വ്യാഴമാറ്റം, അതാണ് നമ്മുടെ വിഷയം. ഇനി അതിചാരഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ തുടങ്ങിയത്. വിഷയം വിട്ട് കുറച്ച് മുമ്പോട്ട് പോയി ക്ഷമിക്കുക. അതിചാരഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം 12 വർഷത്തിലൊരിക്കലാണ് എപ്പോഴും മാറിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ വർഷമാകട്ടെ ഇതിനു മുമ്പും 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ അതിചാരഫലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അതിചാരഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ വേഗത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു. അമിതമായ വേഗത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അനർത്ഥമാണെന്ന് മനസ്സിലാക്കുക. ലോകനാശം, അതായത് ലോകത്തെമ്പാടും നാശം. കാലഗണനയിലും കാലത്തിൻ്റെ കണക്കിലുമൊക്കെ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് ഇപ്രകാരത്തിലുള്ള നാശനഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ കുറേ മുമ്പും അല്ലെങ്കിൽ കുറേ ശേഷമോ ഒക്കെയാണ് സംഭവിച്ച് കാണുന്നത്. അതുകൊണ്ട് എല്ലാ അനർത്ഥങ്ങളും നമുക്ക് അതിചാര ഫലം കൊണ്ടുണ്ടാകും. വസുന്ധരായോഗവും ഇതിനിടയിൽ വരുന്നുണ്ട്. വസുന്ധരായോഗം ഭൂമിക്ക് തന്നെ നാശമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ അതിചാര ഫലത്തിൽ ഇപ്പോൾ വ്യാഴം മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മളിപ്പോൾ തൽക്കാലം മാറുന്ന ആ വ്യാഴത്തെക്കുറിച്ചൊന്ന് നോക്കാം. അപ്പോൾ മേടക്കൂറുകാർക്ക് എങ്ങനെയാണ് വ്യാഴം ഗുണം ചെയ്യുന്നത് അല്ലെങ്കിൽ ദോഷം ചെയ്യുന്നതെന്ന് നോക്കാം. മേടക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് ഇടവരാശിയിലാണ്, 2-ാം ഭാവത്തിലാണ്. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം, 2 പറഞ്ഞാൽ കുടുംബം, ധനം, വാക്ക് എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ ചേർന്നതാണ്. ആ കുടുംബവും ധനവും വാക്കും എല്ലാം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ വാക്കുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാകാം, നമ്മുടെ വാക്കുകൊണ്ട് ചില ഭാഗ്യങ്ങൾ വന്നു ചേരാം. ഇതെല്ലാം നമ്മുടെ ഈ 2-ാം ഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 2-ാം ഭാവത്തിലേക്ക് നിൽക്കുന്ന വ്യാഴം ഇത്രയും നാൾ അവർക്ക് ഗുണം കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ കഴിഞ്ഞ മാസം മുതൽ, അതായത് വ്യാഴം തുടങ്ങുന്നതിന്
ഒരു മാസം മുൻപേ തന്നെ അതിൻ്റെ ഗുണമോ ദോഷമോ അനുഭവിച്ചു തുടങ്ങാം. ഇപ്പോൾ കഴിഞ്ഞ മാസം ഒരു വലിയ പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരൻ അവന് വേണ്ടിയിട്ട് ഒരു വലിയ ലോൺ അപേക്ഷിച്ചിരുന്നു. അത് പാസ്സായി. എങ്കിൽ ഈ ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് അത് അനുവദിച്ച ആ മാനേജർ പെട്ടെന്ന് സ്ഥലം മാറിപ്പോവും. എന്നിട്ട് പുതിയ ആൾ വന്നിട്ട് അതിനെ റിജക്റ്റ് ചെയ്യും. ഇങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഒരു മാസം കൊണ്ട് നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പോൾ വ്യാഴമാറ്റത്തിൽ വിശ്വസിക്കുന്നില്ലാത്തവർ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു മാസം കൊണ്ട് ഈ വ്യാഴം മാറുന്നതിന് മുമ്പുള്ള ദുരിതങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പക്ഷേ മേടക്കൂറുകാരന് വ്യാഴമാറ്റം കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാക്കുമെങ്കിലും അവസാനം അവർക്ക് ഒരുപാട് ഗുണങ്ങൾ കൊടുക്കും. അതുകൂടാതെ അതിചാരഫലം കൊണ്ട് നമ്മുടെ വ്യാഴം അവർക്ക് 4ലേക്ക് വരുന്നുണ്ട്, 5ലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തടസ്സങ്ങൾ ഉണ്ടായാലും അവർക്ക് കാര്യങ്ങൾ നന്നായി നടക്കുന്നതായിട്ട് കാണുന്നു. വിവാഹാദി കാര്യങ്ങൾക്കും ഇതേ തടസ്സം നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ ബിസിനസ്, സ്പോർട്സ്, സിനിമ, മറ്റ് കലാപ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം, ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ മേഖലകളിലുമുള്ള ആളുകൾക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഈ വ്യാഴമാറ്റം. മേടക്കൂറുകാരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, കാല്. അത്രയും നക്ഷത്രക്കാർക്ക് ഇതാണ് ഫലമെങ്കിൽ ഇടവക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഫലം കുറച്ചുകൂടി വളരെ മെച്ചപ്പെട്ടതാണ്. പിന്നെ വ്യാഴത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ശത്രുക്ഷേത്രത്തിലായതുകൊണ്ട് പകുതി ഫലം മാത്രമാണ് കൊടുക്കുന്നത്, പൂർണ്ണഫലം വരുന്നില്ല. എങ്കിലും 2ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ കുടുംബത്തിനും ധനത്തിനും വാക്കിനും ഒക്കെ ബലം ആണെന്ന് നേരത്തെ പറഞ്ഞു. അത് 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇപ്പോഴത്തെ അവസ്ഥയാണ് മേടക്കൂറുകാരുടെ പറഞ്ഞത്. ഇനി വ്യാഴം മാറുമ്പോൾ ഇത് വിപരീതമായി വരികയാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ കാര്യം നോക്കാം. ഇടവക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വരേണ്ടതാണ്. അവർക്ക് എല്ലാ വിധത്തിലുള്ള അവരുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്ന ഒരു സമയമാണിത്. അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം വേഗത്തിൽ നടക്കുന്ന സമയമാണ്. വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം നടത്താനും അതിനൊരു തീരുമാനം ഉണ്ടാകാനും, സന്താനലബ്ധി ഇല്ലാത്ത ആളുകൾക്ക് സന്താന ഭാഗ്യം കൈവരുകയും അവർക്ക് സന്താനം ഉണ്ടാകാനുള്ള ആ തുടക്കം കുറിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമായിരിക്കും. വ്യാഴം പ്രതിനിധീകരിക്കുന്നത് എല്ലാത്തിനെയുമാണ്. അതായത് വ്യാഴം നമുക്ക് വിവാഹം, കുട്ടി, സന്താനം, ധനമാണ് പ്രധാനം. അപ്പോൾ ഇത്രയും നാളും വളരെയധികം കഷ്ടപ്പെട്ട് സാമ്പത്തികമായി ഞെരുങ്ങി കഷ്ടപ്പെട്ടിരുന്ന ആളുകൾക്ക് എവിടെ നിന്നെങ്കിലും സഹായഹസ്തം വരുന്നതാണ്. അവർക്ക് സാമ്പത്തികമായി ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. ധനം നഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് കുറച്ചെങ്കിലും തിരിച്ചു കിട്ടാനായി സാധ്യതയുണ്ട്. എന്നാൽ ധനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പൊതു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മളെപ്പോഴും മനസ്സിൽ വയ്ക്കുക, സ്വന്തം അനുഭവങ്ങളും ഒക്കെ അതിൽ നിന്ന് പഠിച്ചതാണ്, സ്വന്തം അനുഭവത്തിൽ നിന്നും കൂടെ പഠിച്ചതാണ്. പുസ്തകം വിത്തം കന്യ പരഹസ്തഗതം ഗതം അഥവാ ആഗതമായിടിൽ ഖണ്ഡശ്ച ജീർണശ്ച ഭ്രഷ്ടശ്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുസ്തകവും പണവും കന്യകയും. പരഹസ്തഗതം ഗതം മറ്റുള്ളവൻ്റെ കയ്യിലായിപ്പോയാൽ പോയി എന്ന് വെച്ചോളുക. ഇനി അഥവാ വന്നാലോ ഖണ്ഡശ്ച പണമാണെങ്കിൽ നുള്ളിപ്പിച്ച് തരും, പുസ്തകമാണെങ്കിൽ കീറിപ്പറിച്ച് തരും, കന്യകയാണെങ്കിൽ ഭ്രഷ്ടശ്ച ഇനി ബാക്കി പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പണം ഉണ്ടാകുന്ന സമയമാണ് ഇടവക്കൂറുകാർക്ക്, പണമൊക്കെ കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് അവർ കരുതിയിരുന്നോളുക. വ്യാഴം അതിചാരത്തിലാണ്, പിന്നീട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് പണം കടം കൊടുക്കാതെ ഇരിക്കുക. പിന്നീട് നിങ്ങളുടെ പ്രണയ കാര്യങ്ങൾക്കൊക്കെ പ്രണയ സാഫല്യം വരുന്ന ഒരു സമയമാണ്. പ്രണയ സാഫല്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണങ്ങിപ്പോയിരിക്കുന്ന കാമിതാക്കളോ കാമുകിമാരോ ഒക്കെ തിരിച്ചു വരാനും അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് ഉള്ള നീക്കങ്ങൾ നടത്താനോ ഒക്കെ ഉള്ള ഒരു സമയമാണ്. പിന്നെ പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വർഷം തന്നെ പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. ശമ്പള പരിഷ്കരണം ഒക്കെ ഉണ്ടാകുന്നതാണ്. അതേപോലെ ദൂരയാത്ര ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുഗ്രഹപ്രദമായൊരു സമയമാണ്. പഠനത്തിനായിട്ട് ദൂരത്തേക്ക് പോകുന്നവർക്കോ ജോലി അന്വേഷിക്കുന്നവർക്കോ ഒക്കെ വളരെ അനുകൂലമായ ഒരു സമയമാണ്. എന്നാൽ വ്യാഴത്തിൻ്റെ അതിചാര ഫലം കൊണ്ട് രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് ആരും മുക്തരല്ല, ഒരു രാശിക്കാരും മുക്തരല്ല. എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ
അടിക്കടി വന്നുകൊണ്ടിരിക്കും. ഇതിനെല്ലാത്തിനും ഒരു പരിഹാരമാണുള്ളത്, ഈശ്വര പ്രാർത്ഥന. പിന്നെ വ്യാഴത്തിന് ബലം കൊടുക്കുക, വ്യാഴത്തിനെ പ്രാർത്ഥിക്കുക, ബൃഹസ്പതി മന്ത്രം ജപിക്കുക. പിന്നെ നമ്മൾ ഈ വ്യാഴമാറ്റത്തിൻ്റെ അന്ന്, അതായത് 15-ാം തീയതി വെളുപ്പിന് ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഒരു 3 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് നമ്മൾ ഗണേശസ്തുതി, ലക്ഷ്മി ഗണേശസ്തുതി ഇതെല്ലാം ജപിച്ചതിന് ശേഷം നാരായണ മന്ത്രം ജപിക്കുക. 108 പ്രാവശ്യം നാരായണ മന്ത്രം ജപിക്കുക. പിന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം, വിഷ്ണു പൂജ. വിഷ്ണുവിനെ ഇനി നമ്മുടെ കയ്യിൽ ധനമൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഭഗവാന് നമ്മുടെ പണമൊന്നും ആവശ്യമില്ല. ദക്ഷിണ എന്ന് പറയുന്നത് തെക്കോട്ടെറിയുന്നത്, നമ്മുടെ കഷ്ടത എല്ലാം കൂടെ ഒഴിഞ്ഞ് നമ്മൾ എറിയുകയാണ്. അത് ചെന്ന് ആ ഒരു എന്താ പറയുക ഡസ്റ്റ്ബിന്നിലോട്ട് വീഴുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 രൂപ ഉണ്ടെങ്കിൽ 1 രൂപ അല്ലെങ്കിൽ 2 തുളസിപ്പൂ, വിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുളസിപ്പൂ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നടയിൽ വയ്ക്കുക. 4 തുളസിയില, 8 തുളസിയില, 12 തുളസിയില. ഇതാണ് വിഷ്ണുവിന് കാഴ്ചവെക്കേണ്ട ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യം. പിന്നെ 4 പ്രദക്ഷിണം, 8 പ്രദക്ഷിണം, 12 പ്രദക്ഷിണം. നിങ്ങൾ ഏതെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിലോ അവതാര വിഷ്ണുവായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ, തീർച്ചയായിട്ടും കേരളീയർക്ക് രാമക്ഷേത്രം കുറവായതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ. രാമക്ഷേത്രത്തിലായാലും വളരെ നല്ലതാണ്. അവതാര വിഷ്ണുവാണ് രാമനും കൃഷ്ണനും. അപ്പം ഇവർ 3 പേർക്കും തുല്യ പ്രാധാന്യമാണ്. ഏതെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ നിങ്ങൾ പോകേണ്ടതുണ്ട്. ഇതേപോലെ പ്രദക്ഷിണം വയ്ക്കുക, പ്രാർത്ഥിക്കുക. ഓം നമോ നാരായണായ എന്ന് ജപിക്കാൻ ഒരു പ്രയാസവുമില്ല. വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ കഴിവുള്ളവർ അത് ജപിക്കുക. അങ്ങനെ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് വരുന്ന ദുഃഖങ്ങളെല്ലാം അയഞ്ഞു കിട്ടുന്നതാണ്. ഇനി അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരെ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു മിഥുനക്കൂറിലേക്കാണ് നമ്മുടെ വ്യാഴം മാറുന്നത്, പരിവർത്തനം ചെയ്യുന്നത്. അപ്പോൾ ലഗ്നത്തിൽ വ്യാഴം അത്ര നല്ലതല്ല. നേരത്തെ പറഞ്ഞ ആനയുടെ കഥ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് സഫക്കേഷൻ ഉണ്ടാകുന്നു, നമുക്ക് കുറച്ച് ഞെരുക്കങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് വരില്ല. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യും. ഇപ്പോൾ പുതിയതായി ചികിത്സ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ഫലപ്രദമാകും. കൂടാതെ ഇവരുടെ ജീവിത പങ്കാളികൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നു. അവർ ഇത്രയും കാലം ജോലി ഇല്ലാതെയൊക്കെ ഇരുന്ന പങ്കാളിക്ക് ഒരു ജോലി കിട്ടുക, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ധനം എവിടെന്നെങ്കിലും കിട്ടുക, ഇങ്ങനെയുള്ള അനുകൂലമായ കാര്യങ്ങളും കാണും. സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും. ഇതെല്ലാം അവർക്ക് അനുകൂലമായ കാര്യങ്ങളായിരിക്കും. വ്യാഴം ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ അവർക്ക് സംഘർഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. മാനസിക സംഘർഷം, ശാരീരിക സംഘർഷം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. ദൂരയാത്രകളൊക്കെ ഫലപ്രദമാകുന്നതായിട്ട് കാണുന്നുണ്ട്. മാനസിക ആഘാതങ്ങൾ ഏറ്റിട്ടുള്ള മനുഷ്യർക്ക് അത് അധികരിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണിത്. ഇനി അടുത്തതായി നമുക്ക് വ്യാഴം ഇടവക്കൂറിലേക്ക് വന്നപ്പോൾ കർക്കിടകക്കൂറുകാരുടെ അവസ്ഥ നോക്കുക. കർക്കിടകക്കൂറുകാർക്ക് വ്യാഴം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കും. കർക്കിടകക്കൂറുകാർ വളരെ ഞെരുങ്ങി കഷ്ടപ്പെട്ടൊക്കെയാണ് ഇത്രയും കാലം ജീവിച്ചിരുന്നത്. കാരണം അവർക്ക് കണ്ടകശനി, അഷ്ടമശനി ഇതൊക്കെ വന്ന് അവർ വളരെ ബുദ്ധിമുട്ടി ശ്വാസം കിട്ടാതെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപാട് അപമാനങ്ങൾ അനുഭവിച്ചു വന്നിട്ടുണ്ട്. അകാല വാർദ്ധക്യം ബാധിച്ച പോലെ, ആത്മധൈര്യം ചോർന്നു പോയ പോലെ, വൃഥാ ശകാരം കേൾക്കുക, തെറ്റിദ്ധരിക്കപ്പെടുക, കള്ളക്കേസിൽപ്പെടുക, ഇങ്ങനെയൊക്കെ ഉള്ള പല പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് അവരിങ്ങനെ അവശരായിട്ട് ശനി ഇപ്പോൾ നമുക്ക് മാർച്ച് 29 മാറിയപ്പോൾ മുതൽ ചെറിയ ആശ്വാസം അവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ശനി മാറുന്നതിന് മുമ്പ് 3 മാസവും ശനി മാറിക്കഴിഞ്ഞ് 3 മാസവും കഴിഞ്ഞാണ് അതിൻ്റെ ഫലം ഉണ്ടാകുക. ശനി മാറുന്നതിന് 3 മാസം മുമ്പേ ഫലം തുടങ്ങുന്നു. ശനി മാറി 3 മാസം കഴിഞ്ഞ് മാത്രമാണ് നമുക്ക് ഗുണഫലം തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ശനിയുടെ മാറ്റത്തിൽ ഉള്ള ഒരാശ്വാസമുണ്ട്. മിഥുനത്തിൽ വ്യാഴം വരികയാണ്. മിഥുനത്തിൽ വ്യാഴം വരുമ്പോൾ കർക്കിടക ലഗ്നക്കാർക്ക് വീണ്ടും പ്രശ്നമാണ്. 12 വ്യാഴം, 12ാമിടത്ത് വ്യാഴം മുടിവാണ്. 12ാം ഇടം എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ സ്ഥാനം, നഷ്ടത്തിൻ്റെ സ്ഥാനം, നാശത്തിൻ്റെ സ്ഥാനം, ദുരിതത്തിൻ്റെ സ്ഥാനം. എന്നാൽ വേറൊരു ഗുണമുണ്ട്.
ഇവർ ഏർപ്പെട്ടിരുന്ന വ്യവഹാരങ്ങൾ അതിൽ നമ്മൾ ഒന്നാമനായി ജയിക്കും. ഇവർക്ക് കേസ് വഴക്കൊക്കെ ഉണ്ടാകുന്നത് സെറ്റിൽമെൻറ്റിലോട്ട് വരും. പിന്നെ ഇവർ ഒരു കേസ് ആർക്കെങ്കിലും എതിരായി കൊടുക്കുന്നുണ്ടെങ്കിൽ അതവർക്ക് അനുകൂലമായി വരും. പിന്നെ അവർക്ക് കെട്ടിടം പണിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് തടസ്സം കൂടാതെ ലോൺ കിട്ടുകയും കെട്ടിട നിർമ്മാണം നടക്കുകയും ചെയ്യും. ലോണാണ് കിട്ടുന്നത്, പക്ഷെ കടം വരികയാണ്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ചില ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ആശുപത്രി ചെലവ് കുറച്ച് കൂടിയിരിക്കും. നീരിറക്കമാണ് സാധാരണയായി കണ്ടുവരുന്നത്. നീർദോഷങ്ങൾ, വാദസംബന്ധമായ അസുഖങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് അധികരിച്ചു എന്ന് വരാം. ഇനി നമ്മുടെ ചിങ്ങലഗ്നക്കാരെ നോക്കൂ. അവർക്ക് കണ്ടകശനിയായിരുന്നു. അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടകശനി കാലം വളരെയധികം ദുരിതങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇപ്പം അവർക്ക് 11ലേക്ക് വ്യാഴം വരുന്ന കാര്യമാണ് പറയുന്നത്. ഇനി വ്യാഴം അതിചാരത്തിലേക്ക് പോകുമ്പം വ്യത്യാസമുണ്ട്. എങ്കിലും വ്യാഴം എപ്പോഴും വിട്ടരാശിയുടെ ഫലം കൊടുക്കുമെന്ന് എൻ്റെ ഗുരുനാഥനായ ബ്രഹ്മശ്രീ മിത്രൻ നമ്പൂതിരിപ്പാട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വ്യാഴത്തെ മൊത്തമായി തന്നെ ഈ വർഷം ഗുണം തരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഏതായാലും ചിങ്ങലഗ്നക്കാർക്കാണ് വളരെ അനുകൂലമായിട്ട് വ്യാഴം വന്നിരിക്കുന്നത്. 12 വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന ഒരു മഹാഭാഗ്യമാണ് ഈ 11ാമിടത്ത് വ്യാഴം. 11ൽ വ്യാഴം വന്നാൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ അനായാസേന നടക്കും. ഭാര്യ പിണങ്ങിപ്പോയവർക്കൊക്കെ ഭാര്യ തിരിച്ചു വരാം. അതേപോലെ കലഹങ്ങളുണ്ടായിരിക്കുന്ന കുടുംബത്തിൽ കലഹങ്ങൾക്കൊക്കെ ഒരു തീരുമാനമുണ്ടാകാം. പൂർവിക സ്വത്ത് കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് നല്ല ഷെയറൊക്കെ കിട്ടി വളരെ സന്തോഷത്തോടു കൂടി അതെല്ലാം ഉപയോഗിച്ച് ഭവനം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ കുട്ടികളുടെ പഠിത്തത്തിന് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാം. കുട്ടികൾക്കെല്ലാം വിജയം, കുട്ടികളുടെ ഉയർച്ചയാണല്ലോ എല്ലാവരുടെയും സന്തോഷം. അപ്പോൾ മക്കൾക്കെല്ലാം വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഈ മെയ് മാസം മുതൽ അങ്ങോട്ടുള്ള ഒരു വർഷം. പിന്നെ അതുകൂടാതെ ഇതുപോലെ ഇങ്ങനെ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ, ഷെയറിലൊക്കെ പൈസ ഇട്ടിരിക്കുന്നവർക്ക് അതിൻ്റെ മൂല്യം കൂടുകയും പൈസ കൂടുതലായിട്ട് കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ ഊഹക്കച്ചവടങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം ഗുണം ചെയ്യും. മദ്യപാനികൾക്ക് വളരെ ആപത്തായിരിക്കും. വ്യാഴത്തിന് മദ്യത്തോട് വിരോധമാണ്. മദ്യപാനം ചെയ്യുന്നവർക്ക് അതുമൂലം കരൾ രോഗം, അതേപോലെ ഉദര രോഗം ആദി മുതലായവ ഉണ്ടാവുകയും അവർക്ക് ആ ശരീരത്തിന് വളരെയധികം ദോഷം സംഭവിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. ബിസിനസ്സുകാർക്ക് ഏറ്റവും നല്ല ഒരു വർഷമായിരിക്കും ഇത്. അതേപോലെ അവർക്ക് പ്രതീക്ഷിച്ചിരുന്ന പുതിയ പ്രോജക്റ്റുകൾ വന്നു ചേരുകയും അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. കുറേ നാളുകളായി സേവകർ മൂലം ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് ചിങ്ങരാശിക്കാർ. അവർക്ക് സേവകരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിഞ്ഞ് വളരെ നല്ല അനുകൂലമായ എല്ലാവരുടെയും ഒരു പിന്തുണ കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഇത്. അടുത്തായി നമുക്ക് കന്നിക്കൂറുകാരെ നോക്കാം. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അത്ര ഗുണകരമല്ല. കർമ്മത്തിൽ വ്യാഴം, മർമ്മത്തിൽ കുരു എന്നാണ് പറയുന്നത്. അതായത് മർമ്മസ്ഥാനങ്ങളായ ഈ മൂക്ക് അതുപോലെയുള്ള മർമ്മസ്ഥാനങ്ങളിലെല്ലാം കുരു വന്നാൽ നമുക്ക് മഹാ അസ്വസ്ഥതയാണ്. ഈ ആജ്ഞയിലൊക്കെ കുരു വന്നാൽ മഹാ അസ്വസ്ഥതയാണ്. അപ്പം അങ്ങനെയുള്ള ഈ മർമ്മസ്ഥാനത്ത് വരുന്ന പരു വളരെ വേദനാജനകമായ ഒന്നാണ്. അതുപോലെ ആയിരിക്കും 10ാം ഭാവത്തിൽ വ്യാഴം വരുന്നവർക്ക്. എന്നാൽ ഉദ്യോഗ കയറ്റം അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ പരീക്ഷാ വിജയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അവർക്ക് ലഭിക്കാനിടയുണ്ട്. എന്തു തന്നെ ആയാലും അവരെന്തിച്ചെന്ന് തൊട്ടാലും കുറേ കാര്യങ്ങൾ സമയമൊക്കെ കടന്നു കഴിഞ്ഞിട്ടാണ് അവർക്ക് ആ ഭാഗ്യം സിദ്ധിക്കുക. ഇങ്ങനെ കുറച്ചൊന്ന് അലച്ചിൽ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, അങ്ങനെ അലച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് എല്ലാ കാര്യവും സാധിക്കുക. എന്നാൽ ഇവർക്ക് കണ്ടകശനിയും കൂടി ഉണ്ട്. അപ്പോൾ കണ്ടകശനി ഭാഗ്യവശാൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലായതുകൊണ്ട് അത്രത്തോളം ദോഷം വരുത്തുന്നില്ല. എന്നാലും കണ്ടകശനിയുടേതായ ദുരിതവും 10ലെ വ്യാഴത്തിൻ്റെ ദുരിതവും ഒക്കെ കണക്കിലെടുത്ത് തീർച്ചയായിട്ടും ശനൈശ്വരനെ നന്നായി പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് ശനൈശ്വരനെ പ്രീതിപ്പെടുത്തുക?
ശനൈശ്വരനെ പ്രതിനിധീകരിക്കുന്ന ശാസ്താക്ഷേത്രങ്ങളിൽ നമ്മൾ പോവുകയും നീരാഞ്ജനാദികൾ നടത്തുകയും പക്കനാൾ തോറും എള്ളു പായസം നടത്തുകയും ശാസ്താവിന് 7 പ്രദക്ഷിണം വയ്ക്കുകയും സ്വാമിയേ ശരണമയ്യപ്പ എന്ന് ജപിക്കുന്നതോടൊപ്പം ഓം ശം ശനൈശ്ചരായ നമ എന്ന് ജപിക്കണം. അതായത് ശനൈശ്ചര എന്നാണ് ജപിക്കേണ്ടത്. ശനി ഈശ്വരനല്ല, ഒരു പ്ലാനറ്റാണ്, ഒരു ഗ്രഹമാണ്. ശനിയെ നമ്മൾ ഈശ്വരസ്ഥാനം കൊടുത്തിട്ടില്ല. ശനൈഹി ചരഹ എന്ന് പറയുന്ന സംസ്കൃത വാക്കാണ് ശനൈശ്ചര. അപ്പം ശനൈശ്ചരായ നമ എന്നാണ് നമ്മൾ ജപിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശനി അങ്ങനെ ആ ശനൈശ്ചര കേട്ട് ശനീശ്വരനായി മാറിയതാണ്. ആക്ച്വലി ശനി ഈശ്വരനല്ല, പ്ലാനറ്റാണ്. അദ്ദേഹത്തെ നമ്മൾ ശനൈശ്ചരായ നമഃ ശനൈഹി ചരായ നമഃ എന്ന് നമ്മൾ ജപിക്കുകയാണ്. അങ്ങനെ ജപിക്കുകയും 7 പ്രദക്ഷിണം വയ്ക്കുകയൊക്കെ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോവുകയും ശിവന് പ്രദക്ഷിണം 3, 9, 12 പ്രദക്ഷിണങ്ങൾ വയ്ക്കുകയും ശിവക്ഷേത്രത്തിൽ ധാര നടത്തുകയും 108 ജലധാര അതിവിശേഷമാണ്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠ ഉറച്ച ക്ഷേത്രങ്ങളിലും ഒക്കെ നമുക്ക് അനുഭവിച്ചറിയാവുന്നതാണ്. അങ്ങനെ പ്രതിഷ്ഠ ഉറച്ച ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഊർജം കിട്ടുന്നത്, നമ്മുടെ ഊർജം ബലപ്പെടുന്നത്, നമ്മുടെ ആത്മവിശ്വാസം കൂടുന്നത്. അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ പോവുകയും അവിടെ ധാര നടത്തുകയും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുക. കൂടാതെ നമ്മുടെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. സഹസ്രനാമം ബുദ്ധിമുട്ടാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് ജപിക്കാമല്ലോ. അല്ലെങ്കിൽ സിദ്ധമന്ത്രങ്ങളായ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിക്കുന്നതൊക്കെ എത്ര സുഖകരമാണ്. അതുമല്ല നമ്മൾ ജപിക്കണം. നമ്മുടെ നാട്ടിൽ പണ്ട് കാലഹരണപ്പെട്ടു പോയൊരു സംസ്കാരമുണ്ട്. അതായത് കയ്യിലെ രോമം കാണുന്നതിന് മുമ്പ്, കയ്യിലെ രോമം കാണാതാകുന്നതിന് മുൻപ് വിളക്ക് തെളിച്ച് സൂര്യഭഗവാനെ പ്രതിനിധീകരിച്ചൊരു വിളക്ക് വച്ച് നമ്മൾ സന്ധ്യാനാമം ജപിക്കും. ആ സന്ധ്യാനാമം ജപിക്കുന്നതിൻ്റെ ഐശ്വര്യം വളരെ 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 വലുതാണ്. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് അജ്ഞാതമായൊരു കാര്യമാണ്. എന്നാൽ പഴയ തലമുറയും അത് മറന്നുപോയിരിക്കുന്നു. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്ഥിതിയോ അവർക്കുമില്ല. മാത്രമല്ല, ഇന്നത്തെ എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളുടെ അടിമയാണ്, കുഞ്ഞുങ്ങളുടെ അടിമകളാണ്. കുഞ്ഞുങ്ങൾ എന്ത് പറയുന്നോ അതാണ് നടക്കുന്നത്. അതായത് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, സ്പെയർ ദ റോഡ് സ്പോയിൽ ദ ചൈൽഡ്. അതായത് ചൂരൽ മാറ്റി വയ്ക്കുക, അല്ലെ സ്പെയർ ദ കെയിൻ സ്പോയിൽ ദ ചൈൽഡ്. അതായത് ചൂരൽ മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിയെ നശിപ്പിക്കലാണെന്ന്. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ പോകും. കുഞ്ഞ് എല്ലാവിധ തിന്മകളും കണ്ട് എല്ലാവിധ അനാവശ്യ സ്വഭാവങ്ങളും സ്വീകരിച്ച് രാജ്യം മുടിപ്പിക്കാനായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കും. എന്നാലും അടിക്കാൻ പറ്റൂല, എന്ത് ചെയ്യാം, അതാണ് കലികാലം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പഠിപ്പിക്കുക. പല മതക്കാരും അവരുടെ കുഞ്ഞുങ്ങളെ അവരുടെ വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അവരെയൊക്കെ പുച്ഛിച്ചിട്ട് കാര്യമില്ല. നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ കുഞ്ഞുങ്ങൾ, നമുക്ക് സനാതന ധർമ്മവും സനാതനമായ ഒരുപാട് നിയമങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം പഠിക്കാൻ കാലത്തിൻ്റെ വ്യത്യാസം കൊണ്ട് പറ്റിയില്ലെങ്കിലും, മുങ്ങിക്കുളിക്കാനൊന്നും സൗകര്യങ്ങളില്ല എങ്കിലും നമുക്ക് ആ കുഞ്ഞുങ്ങളെ രാവിലെ പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ വിളിക്കാനും സൂര്യനെ നമിക്കാനും, നമുക്ക് എല്ലാം തരുന്ന സൂര്യനെ നമിക്കാനും ഭൂമിയെ വന്ദിക്കാനും ജലത്തെ വന്ദിക്കാനും ഒക്കെ ഒന്ന് പഠിപ്പിക്കുന്നതിൽ ഒരു വിരോധവുമില്ല. ഇപ്രകാരം കുഞ്ഞുങ്ങളെ നമ്മൾ നല്ല രീതിയിൽ വഴി തെളിച്ച് വിടേണ്ടതാണ്. ഈശ്വര ഭജനം മാത്രമാണ് എല്ലാത്തിൻ്റെയും പരിഹാരം. പ്രയർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്നാണ് ഇംഗ്ലീഷുകാർ പറയുന്നത്. അതായത് പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല മരുന്ന്. അതിനുശേഷമാണ് നമുക്ക് മറ്റു മരുന്നുകൾ ഫലിക്കുക. ഈശ്വരാധീനം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം നടക്കൂ. ഈശ്വരനേ ഇല്ല എന്ന് പറയുന്നവൻ ഏറ്റവും വലിയ വിശ്വാസിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവന് വേണ്ടത്ര ഊർജം ഉള്ളത് കൊണ്ടാണ്
അവൻ അഹങ്കാരത്തോടുകൂടി ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നത്. എന്നാൽ ഒരു ദിവസം അവൻ ഈശ്വരനുണ്ടേ എന്ന് വിളിച്ച് പറയുന്ന അനുഭവങ്ങൾ എൻ്റെ 28 വർഷത്തെ ജ്യോതിഷ പരിശീലനത്തിനിടെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക. ഇനി കന്നിക്കൂറിലേക്ക് നോക്കാം. കന്നിക്കൂറുകാർക്ക് വ്യാഴം നിൽക്കുന്നത് കർമ്മസ്ഥാനത്താണ്. നേരത്തെ നമ്മൾ പറഞ്ഞു കന്നിക്കൂറുകാരുടെ അവസ്ഥ കർമ്മത്തിൽ വ്യാഴം മർമ്മത്തിൽ കുരു എന്ന പോലെയാണെന്നും 7ാം ഭാവത്തിൽ കണ്ടകശനിയാണെന്നും ഒക്കെ. ഭാഗ്യത്തിന് കണ്ടകശനി അവരെ അധികം ബാധിക്കുകയില്ല. കാരണം ശനി ഇത്തവണ നിൽക്കുന്നത് വ്യാഴക്ഷേത്രത്തിലായതുകൊണ്ട് ദോഷഫലം പകുതിയാണ്. എന്നാൽ വ്യാഴം അവർക്ക് കാര്യമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് ആദ്യകാലങ്ങളിൽ കുറേ തടസ്സങ്ങൾ ഉണ്ടായിട്ടേ ചില കാര്യങ്ങളൊക്കെ നടക്കൂ. കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരും. വളരെ വളരെ അടുത്തു എന്ന് വിചാരിക്കുന്ന പ്രതീക്ഷകളെല്ലാം നിഷ്ഫലമായി പോകുന്നതാണ്. അങ്ങനെ വളരെയധികം പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാനോ അല്ലെങ്കിൽ പരീക്ഷാ വിജയത്തിനോ ഒക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. പുതിയ മേഖലകളിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ വളരെ അനുകൂലമായ സമയമാണ്. കുടുംബത്തിലുണ്ടാകുന്ന കലഹങ്ങളൊക്കെ ഒരുവിധം ശാന്തമാകുന്ന സമയമാണ്. ഇനി കുടുംബ വസ്തു വീതം വയ്ക്കുന്ന ഒരു തടസ്സങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അത് ഇപ്പോൾ ഷെയറൊക്കെ കിട്ടുന്ന സമയമാണ്. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന ഷെയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിരാശ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും. അതിനെ ചൊല്ലി വഴക്കിടാൻ പോകണ്ട. കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക. നമ്മൾ എത്ര സമ്പാദിച്ചാലും നമ്മളാരും ഒന്നും കൊണ്ടുപോകുന്നില്ല. നമുക്ക് അർഹതയുള്ളതാണ് നമുക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. കേസിനും വഴക്കിനും ഒക്കെ പോയാൽ നിങ്ങൾക്ക് പ്രതികൂലമായ ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ സാധ്യത ഉള്ളത്. അപ്പോൾ ശനി വന്നിട്ട് 5 നിൽക്കുന്ന, എന്തായാലും കണ്ടകശനി ഒഴിഞ്ഞു പോയതിൻ്റെ ഒരു ആശ്വാസം ഈ വൃശ്ചിക കൂറുകാർക്കുണ്ട്. കണ്ടകശനി അവർക്ക് വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഒരു കാര്യവും നടക്കാതെ കഷ്ടത്തിലായിരുന്നു. എന്നാൽ 1 മാസം മുൻപ് മുതൽ അവർക്ക് ആ ശനിയുടെ മാറ്റത്തിൽ വളരെയധികം അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. നേരായ വഴിയിലൂടെ സഞ്ചരിക്കാത്ത ആളുകൾക്ക് മാത്രം പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത്. എന്നാൽ അവർക്ക് സന്താനങ്ങൾ മൂലം ദുരിതമുണ്ടാവുകയും സന്താനങ്ങൾക്ക് ആപത്തുണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന അത്യാവശ്യമാണ്. തീരെ വളഞ്ഞ വഴിയിൽ പോകാതെ നേരായ വഴിയിലൂടെയൊക്കെ പോയാൽ ദുരിതങ്ങളെല്ലാം നമുക്ക് കുറഞ്ഞു കിട്ടും. കർമ്മഫലം അനുഭവിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ജന്മം കൂടുതൽ കർമ്മദോഷങ്ങൾ ചെയ്താൽ അതും കൂടി നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഈശ്വരനെ പ്രാർത്ഥിക്കുക, വിഷ്ണുദേവനെ പ്രാർത്ഥിക്കുക, ശബരിമലയിലെല്ലാം പോയി പ്രദക്ഷിണം വയ്ക്കുക, പ്രാർത്ഥിക്കുക. ഇപ്രകാരമുള്ള നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ഗുണമാണ്. പിന്നെ മുതിർന്നവരെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് ഗുരുത്വം കൂട്ടാനായി നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. അടുത്തതായി നമുക്ക് ധനുരാശിക്കാരെ നോക്കാം. ധനുരാശിക്കാർക്ക് കണ്ടകശനിയാണ്, 4ലെ കണ്ടകശനിയാണ് എങ്കിൽ കൂടിയും അവരുടെ 7ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും നാളും 6ൽ വ്യാഴം നിന്നതുകൊണ്ട് അവർക്കുണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും സാമ്പത്തിക ഭദ്രതയില്ലായ്മയും ധനനഷ്ടവും അതേപോലെ സാമ്പത്തികമായ മൂല്യശോഷണവും അത്യധ്വാനവും ഒക്കെ ഒന്ന് ശമനം വന്ന് ഒന്ന് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ. കണ്ടകശനി പകുതി ദോഷമാണ് ചെയ്യുന്നത്, കാരണം വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട്. എന്നാൽ ഒരു കാര്യം ഓർമ്മിക്കുക, വ്യാഴം ശത്രുക്ഷേത്രത്തിലേക്കാണ് മാറിയത്. അതുകൊണ്ട് 50% ഗുണമാണ് കിട്ടുന്നത്. അതുകൊണ്ട് അപ്രതീക്ഷിത ഭാഗ്യമോ ലോട്ടറിയോ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. പിന്നെ വേറെ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യാഴം 7ൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പൂർണ്ണ ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പം നിൽക്കുന്ന രാശിയേക്കാൾ ഫലമാണ് നോക്കുന്ന രാശിക്ക്. അപ്പം നിൽക്കുന്ന രാശി കൂടെ നിൽക്കുന്ന രാശിയേക്കാളും എപ്പോഴും പ്രയോജനം നോക്കുന്ന രാശിക്കാണ്. അപ്പോൾ വ്യാഴം പൂർണ്ണദൃഷ്ടനായി
ധനുക്കൂറുകാരെ നോക്കുന്നു. അവർക്ക് സന്തോഷം, ബന്ധുസമാഗമം, ദൂരയാത്ര, വിദേശയാത്ര, ധനസമ്പാദനം, അതേപോലെ അവരുടെ തൊഴിലിന് പുതിയ പുതിയ മേഖലകൾ തുറക്കുക. ആളുകൾക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. ആ കാലഘട്ടമൊക്കെ മാറിയിട്ട് ആളുകൾക്കുള്ള വിശ്വാസം വീണ്ടെടുക്കും. ഉറ്റവരും ഉച്ചയ്ക്കടിക്കുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞു പോയത്. എന്നാൽ ഇപ്പോഴവർക്ക് അതെല്ലാം മാറി ബന്ധുക്കളെല്ലാം വളരെ സ്നേഹത്തോടു കൂടി അടുത്തു കൂടുന്ന ഒരു സമയമാണ്. ഭവന നിർമ്മാണത്തിന് ആഗ്രഹിക്കുന്ന ആർക്കും, ഏത് രാശിക്കാർക്കും ഈ വ്യാഴമാറ്റം അനുകൂലമാണ്. വിപരീതമാണെങ്കിലും അനുകൂലമാണെങ്കിലും ഭവന നിർമ്മാണത്തിന് പറ്റിയ ഒരു വർഷമായിരിക്കും ഇത്. ധനുക്കൂറുകാരുടെ സന്താനങ്ങൾക്ക് വളരെ അഭിവൃദ്ധി കാണുന്നു. ധനുക്കൂറുകാരുടെ സന്താനങ്ങൾക്ക് ഉന്നത പഠനം, രോഗശമനത്തിനുള്ള മാർഗം കണ്ടെത്തുക, അല്ലെങ്കിൽ വളരെ കാലമായി സന്താനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് അവർക്ക് മോചനം കിട്ടാനായി ഏതെങ്കിലും പുതിയ ചികിത്സാ സമ്പ്രദായം കണ്ടെത്തുകയും രോഗമോചനം കിട്ടുകയും ചെയ്യുക. അവരവർക്ക് തന്നെയുള്ള അസുഖങ്ങൾക്ക് ശമനം കിട്ടുക, അതേപോലെ ആയുർദൈർഘ്യം കൂടുക, ഇങ്ങനെയുള്ള ചില വലിയ ഗുണങ്ങൾ അവർക്ക് വന്നു ചേരാം. വ്യാഴം എല്ലാം കൊടുക്കുന്ന ആളായതുകൊണ്ട് ഏതു തരത്തിലുള്ള ഗുണങ്ങളും കൊടുക്കാം. പ്രത്യേകിച്ച് 7-ൽ വ്യാഴം വന്നാൽ വിവാഹപ്രായമായവർക്ക്, വിവാഹപ്രായം കഴിഞ്ഞു പോലും നിൽക്കുന്നവർക്ക് വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകാം, പ്രണയ സാഫല്യം വരാം. ഇപ്രകാരം നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് സംഭവിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഈ വർഷത്തെ വ്യാഴമാറ്റം എങ്ങനെയാണ് അവരെ അനുകൂലിക്കുന്നതും പ്രതികൂലിക്കുന്നതെന്ന് നോക്കാം. മകരക്കൂറുകാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കണ്ടകശനി, ഏഴരശനി ഒഴിഞ്ഞുപോയി. അവർക്ക് ശനി 3-ൽ വന്നിരിക്കുകയാണ്. 3-ൽ ശനി മുടി വച്ച് വാഴും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് 3-ലെ ശനി അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. അതോടൊപ്പം തന്നെ അവർക്ക് വ്യാഴം മാറ്റം അത്ര അനുകൂലമല്ല. സാമ്പത്തികമായി കടം വരാനും കടം കയറാനും, പലിശ കടങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളവർക്ക് അത് അടയ്ക്കാൻ ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. എങ്കിലും അവസാന നിമിഷം ആരെങ്കിലും സഹായിച്ച് കടങ്ങളൊക്കെ മാറുന്നതാണ്. സന്താനങ്ങൾക്കെല്ലാം ഉയർച്ചയുണ്ട്. സന്താനങ്ങൾ പഠിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്യും. അതേപോലെ അവർക്ക് വിദേശ യാത്രയ്ക്കൊക്കെ അനുകൂലമായ സമയമാണ്. എന്നാൽ പ്രൊമോഷനൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് കുറച്ച് താമസിക്കുന്നതായിട്ട് കാണുന്നു. കിട്ടാക്കടങ്ങളൊക്കെ എഴുതിത്തള്ളേണ്ടതാണ്. അതൊന്നും കിട്ടാൻ സാധ്യതയില്ല. രോഗാദി ദുരിതങ്ങൾ ഉള്ളവർക്ക് അതിന് പെട്ടെന്നൊരു ശമനം കാണുന്നില്ല. രോഗാവസ്ഥ നീണ്ടുപോകുന്നതായി കാണുന്നു. എന്നാൽ ഫലപ്രദമായ പ്രാർത്ഥനകളും വഴിപാടുകളും ചികിത്സാ രീതികളുമൊക്കെ അവലംബിച്ചാൽ നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തതായി കുംഭക്കൂറുകാർക്ക് എങ്ങനെയാണ് വ്യാഴമാറ്റം എന്ന് നോക്കാം. കുംഭക്കൂറിൻ്റെ 5-ലേക്ക് വ്യാഴം വന്നിരിക്കുകയാണ്. 5 എന്ന് പറഞ്ഞാൽ സന്താനഭാവം, മനസ്സ് ഒക്കെയാണല്ലോ പ്രധാനമായിട്ടും. അപ്പം അതേപോലെ അവർക്ക് പുണ്യക്ഷേത്ര ദർശനത്തിന് യോഗം വരുന്നു. പൂർവ്വജന്മ പുണ്യസ്ഥാനത്തോട്ടാണ് വ്യാഴം വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വ്യാഴം അവർക്ക് പൂർവ്വജന്മ പുണ്യവും അതുമൂലം ഉണ്ടാകുന്ന നിങ്ങൾ സമ്പാദിച്ചു വച്ചിരിക്കുന്ന ധർമ്മ പ്രവർത്തികളുടെ ഫലവുമൊക്കെ കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇത്. അതുകൂടാതെ വ്യാഴത്തിന് വളരെയധികം ഗുണം ചെയ്യാൻ സാധിക്കുന്നത് അവരുടെ സന്താനങ്ങൾക്കാണ്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി, മേൽഗതി, അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തൊഴിൽ കിട്ടാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. കേസ് വഴക്കിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് വിടുതൽ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. കൂടാതെ ബന്ധുക്കളോട് വിരോധിച്ചിരിക്കുന്ന ആളുകൾക്ക് ബന്ധുക്കളിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും സന്തോഷവുമൊക്കെ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. അതേപോലെ സിനിമാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, സ്പോർട്സ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായൊരു അനുഭവം ഉണ്ടാകാം. എന്നാൽ ഇവർക്ക് പാദത്തിൽ വേദന, പാദനീര്, മുട്ടുവേദന ഇതൊക്കെ പ്രത്യക്ഷപ്പെടാനും ഇക്കാര്യങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങൾ വരാനും ചികിത്സ വരേണ്ടതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. എന്നാൽ ചികിത്സ മൂലം അതൊക്കെ സുഖപ്പെടുന്നതാണ്.
അടുത്തതായി നമുക്ക് മീനൻ രാശിക്കാരെ നോക്കാം. മീനൻ രാശിക്കാർക്ക് ജന്മശനിയാണ്. എന്നാൽ മീനൻ രാശിക്കാരെ ശനി അധികം ദ്രോഹിക്കുകയില്ല. എങ്കിലും മാനസിക സംഘർഷം പൊതുവേ ഉള്ള ഒരു രാശിക്കാരാണ് മീനരാശിക്കാർ. അവർക്ക് മാനസിക സംഘർഷം ഒഴിവാക്കാൻ പറ്റില്ല. അവർ തൊഴിൽപരമായ സമ്മർദ്ദങ്ങളും അതേപോലെ കുടുംബപരമായ സമ്മർദ്ദങ്ങളും ഇങ്ങനെ ഉള്ള വിപരീതമായ കാര്യങ്ങളൊക്കെ കേട്ട് വൃഥാ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു രാശിക്കാരാണ് മീനരാശിക്കാർ. അങ്ങനെ വൃഥാ ദുഃഖം അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന മെഴുകുതിരി പോലെ അവരെ ഇങ്ങനെ ചുമ്മാ ഉരുകിക്കൊണ്ടിരിക്കും. അതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, അവർക്ക് വലിയ ദോഷങ്ങളൊന്നും വരുന്നില്ല. എന്നാൽ അവർക്ക് വ്യാഴം കേന്ദ്രത്തിലോട്ട് വന്നിരിക്കുന്നത് കൊണ്ട് സുഖി എന്ന അവസ്ഥയിലോട്ട് വരും. അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കാം. ഈ വർഷം അവസാനത്തോടു കൂടി അവർക്ക് അവരുടെ സ്വപ്ന സൗധം പടുത്തുയർത്താനുള്ള ഒരു സാഹചര്യം വരും. പുതിയ വീട് വാങ്ങാനും അതിൽ കയറി താമസിക്കാനും ദീർഘനാൾ അവിടെ തങ്ങാനും ഒക്കെ ഉള്ള യോഗം അവർക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നീട് അവർക്ക് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീടുന്ന ഒരു വർഷമായിരിക്കും ഇത്. സന്താന യോഗവും വരുന്ന ഒരു സമയമായിരിക്കും ഇത്. അങ്ങനെ പൊതുവെ ഈ വ്യാഴമാറ്റം നമുക്ക് അനുകൂലവും പ്രതികൂലവുമായ ഒരുപാട് അനുഭവങ്ങൾ തരുന്നുണ്ടെങ്കിലും ഈശ്വര പ്രാർത്ഥനയിലൂടെയും നല്ല പ്രവൃത്തികളിലൂടെയും നല്ല ചിന്തകളിലൂടെയും ആഹാരത്തിൻ്റെ നിഷ്ഠ, ജീവിതത്തിലെ നിഷ്ഠ ഇതെല്ലാം പാലിച്ചാൽ നമുക്കെല്ലാവർക്കും നമ്മളുടെ ഈ ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടുന്നതാണ്. നിങ്ങളെല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം.